Good afternoon, dear students and parents. Welcome back to Studying Lithuania. I'm Dr. Titi Varghese, educational consultant. Today, I have my student with me, Vismaya, and she's from Kerala. This interview is going to be in Malayalam language. She's a student at LSMU, Lithuanian University of Health Sciences, for her BSc Nursing program from 2023 autumn intake. Hello, Vismaya. Namaste. Congratulations, first of all, for your successful TRP to Lithuania. 2 വർഷത്തെ TRP സാങ്ഷൻ ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്തുകൊണ്ടാണ് BSc നഴ്സിംഗ് പ്രോഗ്രാം അതും ലിത്വേനിയയിൽ LSMU യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് തയ്യാറായത്? അതേപോലെ എപ്രകാരമാണ് ഈ യൂണിവേഴ്സിറ്റിനെ പറ്റി അറിഞ്ഞത്? നമ്മളുടെ കൺസൾട്ടേഷൻ്റെ ആ ഒരു പ്രൊസീജിയർ കുട്ടീനെ എത്രത്തോളം സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. കാര്യം ഒരുപാട് കുട്ടികൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പലപ്പോഴും എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ലഭിക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രാക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, അവരാഗ്രഹിക്കുന്ന വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കില്ല, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റീവായിട്ട് വരില്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് വേണ്ടത്. അപ്പം എപ്രകാരം ഈ എൻ്റെ ഗൈഡൻസ് വിസ്മയനെ ഹെൽപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിനും പേരൻസിനും മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് വിസ്മയോട് നമുക്കിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ദ സ്റ്റേജ് ഈസ് യുവേഴ്സ്. ആക്ച്വലി BSc നഴ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സായിരുന്നു. അങ്ങനെ ആഫ്റ്റർ +2 ഞാൻ BSc നഴ്സിംഗ് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് കോവിഡും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അബ്രോഡ് പോകുന്നത് നടക്കുന്നില്ല. അങ്ങനെ അതിൻ്റെതായ കുറച്ച് ലാഗും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞാനിങ്ങനെ ഈ അബ്രോഡ് പോകാനായിട്ട് BSc നഴ്സിങ്ങിൻ്റെ ഓരോ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴി സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ മാമിൻ്റെ ചാനൽ കണ്ടു. അപ്പോൾ അതിനകത്ത് വീഡിയോസും കാര്യങ്ങളും പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെയാണ് ഞാൻ മാമിനെ പറ്റി അറിയുന്നതും. അങ്ങനെ മാമിനെ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ മാം വഴിയാണ് എനിക്ക് LSMU പറയുന്ന യൂണിവേഴ്സിറ്റി ലിത്വാനിയെ പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞതും അവിടുത്തെ BSc നഴ്സിങ്ങിനെ പറ്റി അറിയാൻ കഴിഞ്ഞതും. അപ്പോഴാണ് ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കൺട്രിയാണ് ലിത്വാനിയ, അതേപോലെ തന്നെ LSMU എനിക്ക് മനസ്സിലായി. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകാരം കിട്ടിയ യൂണിവേഴ്സിറ്റി, എസ്പെഷ്യലി നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയതാണ്. അപ്പം ഓൾ ഓവർ എല്ലാം കൊണ്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് BSc നഴ്സിംഗ്. അത് ലിത്വാനിയയിൽ LSMUയിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുവഴി തന്നെ മാമിൻ്റെ എല്ലാം ആസ്പെക്ട് നോക്കിയാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി TRPയുടെ കാര്യങ്ങളായാലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതെല്ലാം മാം വഴി അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി പെട്ടെന്ന് തന്നെ TRP കിട്ടി. അതിന് മാമിന് താങ്ക്സ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ TRP കിട്ടി. അതാണ് ഏറ്റവും നല്ല ലാഗ് ആയാൽ പോലും പെട്ടെന്ന് എനിക്ക് TRP കിട്ടി. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകൾക്കും UK, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള കൺട്രീസ്, പക്ഷെ അപ്പൊ അവിടുത്തെ എക്സ്പെൻസിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. UK, കാനഡയെ നോക്കാൻ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നല്ല ഒരുപാട് പൈസ നമുക്ക് ആവും. അത് വെച്ചാൽ കമ്പയർ ചെയ്യുമ്പോൾ ലിത്വാനിയ ഭയങ്കര നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ LSMU യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻ്റെ പിക്ചർ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളുടെ സിമുലേഷൻ ലാബ്, പ്രത്യേകിച്ച് BSc നഴ്സിംഗ് ആണ്. അപ്പൊ BSc നഴ്സിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം 4 വർഷമാണ് BSc നഴ്സിംഗ് വരുന്നത്. ഒരു വർഷത്തെ ട്യൂഷൻ ഫീ 4300 യൂറോയാണ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ വരുമ്പോഴത്തേക്കും 3,5 അപ്രോക്സിമേറ്റ്ലി വരുന്നുണ്ട്. 180 യൂറോ ആണ് ആപ്ലിക്കേഷൻ ഫീസ്. പിന്നെ 250 യൂറോ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീ വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ റേറ്റ് വെക്കുമ്പോൾ 3,87,000 ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ മോട്ടിവേഷൻ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ആ മോട്ടിവേഷൻ ഇന്റർവ്യൂ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് സന്തോഷമായിട്ടല്ലേ, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കടന്നുപോയി. നമുക്ക് ആദ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ചിരിച്ച് ഭയങ്കര കൂളായിട്ട് നമുക്ക് ടെൻഷനൊക്കെ നമ്മൾ അപ്പോഴേ മാറും. അത് നല്ല രീതി സംസാരിക്കാൻ ഇന്റർവ്യൂ നല്ല രീതി ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പം അപ്പോഴാണ് ഫാക്കൽറ്റീസ് ഒക്കെ നല്ല ക്ലോസ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണെന്ന് മനസ്സിലായത്. നഴ്സിംഗ് ഫാക്കൽറ്റിയുടെ ഫുൾ വീഡിയോ ഉണ്ട്, കണ്ടായിരുന്നോ? അതില് സിമുലേഷൻ ലാബ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, നോട്ടീസ് ചെയ്തായിരുന്നോ? നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മുതലേ കുറെയൊക്കെ പ്രാക്ടീസ് വരുന്നുണ്ട്. പിന്നെ BSc നഴ്സിംഗ് ആണ്. നഴ്സിംഗുകാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് പേഷ്യൻസുമായിട്ടാണ്. നമ്മൾ സംസാരിക്കുന്നത് മലയാളം ലാംഗ്വേജിലല്ലേ എന്ന് പറയുന്നത് പോലെ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പേഷ്യൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്
ലിത്വേനിയൻ ലാംഗ്വേജില്ല. അപ്പൊ അതുകൊണ്ട് നഴ്സിംഗ്, എസ്പെഷ്യലി നഴ്സിംഗ്, MBBS പ്രോഗ്രാംസ്, ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ഓഡന്റോളജി അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റ്സിലെ കുട്ടികളൊക്കെ തന്നെയും കൂടാതെ ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് ഒക്കെ തന്നെയും ലിത്വേനിയൻ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ടും പഠിക്കണം. അപ്പൊ പഠിക്കാനായിട്ടുള്ള ഉറച്ച ഒരു കോൺഫിഡന്റ് ഉണ്ടല്ലേ? പിന്നെ ഞാൻ അല്ലാതെ നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബ് വഴിയിലൊക്കെ ലാംഗ്വേജ് നോക്കി. ഓ വെരി ഗുഡ്. അപ്പം കോൺഫിഡന്റ് ആണ്, പറ്റുമല്ല പറ്റണമല്ലോ. അതെ, പറ്റണമല്ലോ. നമ്മൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വിസ്മയ. വിസ്മയുടെ ആദ്യത്തെ വർഷത്തിലെ സബ്ജക്റ്റുകളെ പറ്റി ഒരു ഏകദേശം ധാരണയൊക്കെ ഉണ്ടല്ലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 2023 മുതലാണ്. സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്. അക്കോമഡേഷൻ ബുക്ക് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലല്ലേ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റെന്റ് എത്രയായിരുന്നു കുട്ടി? ഒരു മാസം 117 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 10,500 ആണ് നിങ്ങളുടെ അക്കോമഡേഷന്റെ ഒരു മാസത്തെ റെന്റ്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബെഡുണ്ട്, ടേബിളുണ്ട്, വൈഫൈ ചില കുട്ടികൾ പുറത്തുനിന്ന് എടുക്കാറുണ്ട്, ഹീറ്റിംഗ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ഗ്യാസ് ഫെസിലിറ്റി ഉണ്ട്, കോമൺ കിച്ചൺ ഉണ്ട്. അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്, കുക്കിംഗ് ഒക്കെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അത്യാവശ്യം എക്സ്പേർട്ട് ആണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും നല്ല കാര്യമില്ലേ? അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. എന്തായാലും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു കേസ്, കുട്ടിയുടെ കോഴ്സ് 4 വർഷമാണ്. അപ്പം ഞാൻ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാണുന്ന സ്റ്റുഡൻസിനും പേരൻസിനും മനസ്സിലാകാനായിട്ടാണ്. യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിങ് സ്കീമാണ് ഇറാസ്മസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇറാസ്മസ് സ്കീമിൽ ഒരു കുട്ടിക്ക് ബാച്ചിലർ പഠിക്കുന്ന സമയത്തും മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്തും ഡോക്ടറേറ്റ് പഠിക്കുന്ന സമയത്തും ഒക്കെ തന്നെയും ഒരു വർഷം നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിങ് സ്കീം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് 6 മാസം സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ 6 മാസം ഇന്റേൺഷിപ്പ്. ചില കുട്ടികൾ 12 മാസം ഇത് കമ്പൈൻഡ് ആയിട്ട് ഇന്റേൺഷിപ്പ് ആയിട്ട് കൊടുക്കും. അപ്പൊ എങ്ങനെ വേണം എന്നുള്ളത് വിസ്മയുടെ ഡിസിഷനാണ്. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് സജഷൻ, അവിടെ ചെന്നതിന് ശേഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഇന്റർനാഷണൽ കോർഡിനേറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഏത് വർഷം ഏത് സെമസ്റ്ററിൽ കുട്ടിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പോകണം എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുക. അങ്ങനെയാണോ പ്രൊസീഡ് ചെയ്യുന്നത്? അപ്പൊ തീർച്ചയായിട്ടും സ്റ്റഡീസിന് വേണ്ടി പോവുക, പ്ലസ് ഇന്റേൺഷിപ്പിനും പോകണം കേട്ടോ. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം പല കുട്ടികൾക്കും ഇത് അറിയത്തില്ല. അപ്പൊ പാർട്ട് ടൈം 40 മണിക്കൂർ ഒരാഴ്ച ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ BSc നഴ്സിംഗ് സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ മെഡിസിൻ ഫാക്കൽറ്റി സ്റ്റുഡൻസ് ഒക്കെ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സീരിയസ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. ഓഫ് കോഴ്സ് എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും മെഡിക്കൽ സ്റ്റഡീസിന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. അസൈൻമെന്റ്സ്, പ്രാക്ടിക്കല്, തിയറി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പാർട്ട് ടൈമും നിങ്ങളുടെ ക്ലാസ്സസും കൂടെ ക്ലാഷ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ രണ്ടും ബാലൻസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പാർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്ക് ട്യൂഷൻ ഫീ അടയ്ക്കുക എന്ന് പറയുന്നത് എഗെയിൻ ചലഞ്ചിങ് ആണ്, വളരെ ചലഞ്ചിങ് ആണ്. കാര്യം നിങ്ങൾക്ക് അത്രയും പഠിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളുടെ സ്റ്റഡീസ് ആണ് നിങ്ങളുടെ പ്രൈമറി എയിം. അപ്പോൾ ചില കുട്ടികൾ പാർട്ട് ടൈമിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് സ്റ്റഡീസ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ആ ഒരു സ്റ്റേ ബാക്കിന് അല്ലെങ്കിൽ TRPനൊക്കെ കാര്യമായിട്ട് ബാധിക്കും. അതുകൊണ്ട് സ്റ്റഡീസിന് ഫോക്കസ് കൊടുക്കുക, സ്കോളർഷിപ്സിന് ഫോക്കസ് കൊടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ Okay, Vismaya, so thank you very much, and I wish you a very pleasant journey to Lithuania. See you there in Lithuania. നന്നായിട്ട് കുക്കിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഗ്യാദർ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഓണം സെലിബ്രേഷന് അങ്ങനത്തെ. ഇപ്പൊ ഈ വർഷത്തെ ഇത് കഴിഞ്ഞു, ഇനിയിപ്പം ക്രിസ്മസോ എപ്പോഴെങ്കിലും നമുക്ക് ഗ്യാദർ ചെയ്യാം. Okay, take care. And my dear students and parents, LSMU University, Lithuania one of the top university ആണ്. Especially നമ്മുടെ BSc നഴ്സിംഗ്, ഹെൽത്ത് സൈക്കോളജി, ഫിസിയോതെറാപ്പി, MBBS, ഓഡന്റോളജി തുടങ്ങിയ പ്രോഗ്രാംസിന് ഒരു വർഷത്തിലെ ഒരു ഇൻടേക്കേ ഉള്ളൂ. എന്ന് പറയുമ്പം 2024 സെപ്റ്റംബറിലാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇൻടേക്കിന്റെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഉള്ള ആപ്ലിക്കേഷൻസ് മിക്കവാറും ഒരു ഫെബ്രുവരി, അടുത്ത വർഷം ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 2024 ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോൾ. അപ്പം അതുകൂടാതെ ഈ ഇൻടേക്കിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് 2024 ക്ലാസ് തുടങ്ങുന്ന, ഫെബ്രുവരി 1, 2024 ക്ലാസ് തുടങ്ങുന്ന പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. എസ്പെഷ്യലി
മാനേജ്മെന്റ്, സോഷ്യൽ വർക്ക്, ടൂറിസം, ഇന്റർനാഷണൽ ബിസിനസ് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുന്നുണ്ട്. ക്ലൈപേത യൂണിവേഴ്സിറ്റി, SNV യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്, VMU തുടങ്ങിയ പല യൂണിവേഴ്സിറ്റീസ്. അപ്പോൾ അതിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഫെബ്രുവരി 1, 2024 മുതൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള സ്റ്റുഡൻസും പേരൻസും നിങ്ങൾ സീരീസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 63-65% 10നും 12നും ഉണ്ട്. ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുവടെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ആ പ്രൊസീജിയർ തുടങ്ങാം. അതനുസരിച്ച് നമുക്ക് ആ TRP പ്രൊസീജിയറിലേക്ക് പോകാം. കാരണം അതൊരു 3 to 4 months ടൈം, ഏറ്റവും കുറഞ്ഞൊരു 2 to 3 months എങ്കിലും അഡ്വാൻസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡേറ്റ് ഒക്കെ പല സ്ഥലങ്ങളിലും കിട്ടാനായിട്ട് ഡിഫിക്കൽറ്റി ഉണ്ട് VFS ഓഫീസസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തുടങ്ങിയാൽ നമുക്ക് ഫാസ്റ്റായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ലിത്വാനിയയിലേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ചൂടെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.